ഇന്ന് അവധി ദിവസമായതുകൊണ്ട് ഇന്ന് എല്ലാവരും കൂടെ വീടൊന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇക്കായി ഇന്ന് വീട്ടിലുണ്ട്, പിള്ളേരും ഉണ്ട്, ക്ലാസ്സൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ മൊത്തം ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച് വീട്ടിലുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ്. അപ്പോൾ നാഫി കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നെടുത്ത് കത്തിക്കുകയാണ് കേട്ടോ. പിന്നെ ഇക്ക അടിച്ച് വാരലും ഫാൻ തട്ടലും നായിഫ് ഗ്ലാസ്സൊക്കെ ക്ലീനാക്കി തുടയ്ക്കലും അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ്. അപ്പോൾ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കിച്ചണിലാണ് കേട്ടോ. അവരതൊക്കെ ചെയ്ത് വെക്കുമ്പോഴേക്കും എനിക്ക് ഫുഡൊക്കെ ആക്കണമല്ലോ. അപ്പോൾ ഒരു പായസം മിക്സിൻ്റെ പാക്കറ്റ് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. എന്നാൽ പിന്നെ അതൊന്നും വെക്കാമെന്ന് ഓർത്തിട്ട് പായസം വെക്കുന്ന ഒരു പരിപാടിയിലാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇന്നലെ നാഫിൻ്റെ ബർത്ത്ഡേ ആയിട്ട് സ്പെഷ്യലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടെ അങ്ങ് ചേർത്ത് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതൊന്ന് മെൽട്ടായി അതിലോട്ട് പാലൊക്കെ ഒഴിച്ചിട്ട് വേകാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് ഉച്ചക്കേക്കുള്ള കറിക്ക് എന്താണെന്ന് വെച്ചാൽ കോവയ്ക്ക ഉപ്പേരിയാണ് കേട്ടോ. കഞ്ഞിയാണ് ഇന്ന്, വേറെ ചാറ് കറിയൊന്നും ഞാൻ വയ്ക്കണില്ല. കഞ്ഞിയും ചമ്മന്തി അരക്കൂട്ടാ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു ഷെയ്ക്കൊക്കെ അടിച്ച് കൊടുത്താണ്. പിള്ളേർ കുടിച്ചു, ഇക്കാക്ക് ഇഷ്ടമായില്ല. കാരണം ഷെയ്ക്കിലിട്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പാക്കറ്റ് കാപ്പിപ്പൊടിയും നമ്മുടെ രസനപ്പൊടി ഇല്ലേ വെള്ളം കലക്കുന്നത്, അതും കൂടെ ഇട്ടിട്ടാണ് ഞാൻ ഷെയ്ക്ക് അടിച്ചത് കേട്ടോ. പിന്നെ കോവയ്ക്കപ്പോഴേക്കും വെന്ത് ഞാൻ താളിച്ച് ഇക്കപ്പോഴേക്കും ഒറിജിനൽ ഷെയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സാധനമൊക്കെ മേടിപ്പിച്ചിട്ട് ഷെയ്ക്ക് ഉണ്ടാക്കുകയാണ്. ബൂസ്റ്റ്, ഓറിയോ, പഴം അതൊക്കെ ഇട്ടിട്ട്. ഇതാണ് ഒറിജിനൽ ഷെയ്ക്ക് കേട്ടോ. ഞാൻ അടിച്ചത് ഡ്യൂപ്പായിരുന്നു. അങ്ങനെ വീടൊക്കെ ഒരുവിധം ക്ലീനാക്കി ഇനി കഞ്ഞിയൊക്കെ ആയി കഞ്ഞി കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഞാനും കഞ്ഞി കുടിക്കട്ടെ.